5-മായി ബന്ധപ്പെട്ട ഈ ഞായറാഴ്ച പ്രകൃതി സംരക്ഷണ ഞായറായി വേർതിരിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടേഷൻ പ്രസംഗത്തിനാണ് എന്നെ ചുമതലപ്പെട്ടിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണം ഭാവി തലമുറയുമായി ബന്ധപ്പെട്ടതിനാൽ വിദ്യാർത്ഥികളെയാണ് സഭ ഇന്നത്തെ ദിവസം പ്രസംഗിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ അങ്ങാടിക്കൽ സെന്റ് തോമസ് CSI ക്രൈസ്റ്റ് ചർച്ച് ഇടവക വികാരിയോടും സഭ കമ്മിറ്റിയോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഏവർക്കും അറിയാം, ജൂൺ 5 ആണ് പ്രകൃതി ദിനമായി ആചരിക്കുന്നത്. ആയതിനാൽ ആ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഭ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയത്തിലേക്ക് കടക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിനെക്കുറിച്ച് ചുരുക്കമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ജീവിക്കുന്ന ഭൂമി അനുദിനം മനുഷ്യരാൽ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഓരോ ദിവസവും ഏർപ്പെടുന്ന എല്ലാവിധമായ പ്രവർത്തനങ്ങളിൽ നിന്നും പലവിധമായ മാലിന്യങ്ങൾ ഉത്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. വരൾച്ചയും തരിശുവൽക്കരണവും തടയാനായി ഭൂമിയുടെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കണമെന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി പ്രമേയം. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാം സ്ഥാപിതമായി. ഇപ്പോൾ 193 രാജ്യങ്ങൾ ഇതിൽ അംഗമാണ്. ഓരോ വർഷവും വ്യത്യസ്ത രാജ്യങ്ങളാണ് ഈ പരിപാടിക്ക് ആതിഥ്യം വഹിക്കുന്നത്. 2024 ഈ പ്രവർത്തനങ്ങൾക്ക് ആതിഥ്യം വഹിക്കുന്നത് സൗദി അറേബ്യയാണ്. CSI സഭ 2009 UNDP-യുടെ പക്കൽ നിന്നും പ്രകൃതി സംരക്ഷണ പ്രവർത്തികളിലുള്ള മികവിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് സഭ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 3 പ്രധാന പോയിന്റുകളാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1. മനുഷ്യനെയും പ്രകൃതിയെയും സൃഷ്ടിച്ചത് ദൈവം നിലനിർത്തിയിരുന്ന ഒരു സന്തുലിതാവസ്ഥ അഥവാ ഒരു താളം. 2. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം താളം തെറ്റിയ ഈ സന്തുലിതാവസ്ഥ. 3. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം തകർന്ന ആ സന്തുലിതാവസ്ഥയെ പുനഃസ്ഥാപിക്കുവാൻ മനുഷ്യരെന്ന നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്വം. ഒന്നാമത്തെ പോയിന്റിലേക്ക് കുറച്ചുകൂടെ വിശദമായി കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടി ഒരു സമ്പൂർണ്ണ സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. ഉൽപ്പത്തി 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് പറയുന്നു, ദൈവമായ കർത്താവ് മനുഷ്യനെ എടുത്ത് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും പരിപാലിക്കാനുമാക്കി. ദൈവം മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏദൻ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തീർച്ചയായും തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, കാരണം നിങ്ങൾ അത് തിന്നുന്ന നാളിൽ തീർച്ചയായും മരിക്കും. ഈ വാക്യങ്ങളിൽ 3 പ്രധാന ആശയങ്ങൾ എടുത്തു കാണിക്കുന്നു. ദൈവം മനുഷ്യരെ തോട്ടത്തിൽ പണിയാനും പരിപാലിക്കാനും നിയോഗിച്ചു. ഭൂമിയുടെ സംരക്ഷകരെന്ന നിലയിൽ നമ്മുടെ പങ്കിനെ ഇത് സൂചിപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹവും കരുതലും പ്രതിഫലിപ്പിക്കുന്ന പരിസ്ഥിതിയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യരുടെ കടമ. ചുരുക്കമായി പറഞ്ഞാൽ മനുഷ്യരെ ദൈവം ഏൽപ്പിച്ച ജോലി പ്രകൃതിയെ പരിപാലിക്കുക എന്നതാണ്. പ്രകൃതിയുടെ സമൃദ്ധിയും അനുഗ്രഹങ്ങളുടെയും പ്രതീകമായ ഏദൻ തോട്ടത്തിലെ ഫലങ്ങൾ ആസ്വദിക്കാൻ ദൈവം മനുഷ്യരെ അനുവദിച്ചു. ഈ അനുവാദം ദൈവം മനുഷ്യന് നൽകിയ ഒരു ഔദാര്യവും മനുഷ്യനെ നിലനിർത്താൻ സഹായിക്കുന്ന പ്രകൃതിയുടെ സമൃദ്ധിയുടെ പ്രതീകമായിരുന്നു. ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും ഏകതയും ഉറപ്പാക്കാൻ ദൈവം ചില വിലക്കുകൾ നിശ്ചയിച്ചു. ഈ വിലക്കുകൾ അനുസരിക്കാഞ്ഞത് മനുഷ്യരെ പ്രതികൂലമായി ബാധിച്ചു. ചെയ്യരുത് എന്ന് പറഞ്ഞത് വെറും ഒരു നിയന്ത്രണമല്ല, സൃഷ്ടിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യനില്ലാതെ പ്രകൃതിക്ക് നിലനിൽക്കാം, എന്നാൽ പ്രകൃതിക്ക് മനുഷ്യരില്ലാതെ നിലനിൽക്കാനാവില്ല. സങ്കീർത്തനം 24-ന്റെ 1-ാം വാക്യം പറയുന്നു, ഭൂമിയും അതിലുള്ളതും ലോകവും അതിൽ
കർത്താവിൻ്റെതാണ്. ഈ ദൈവിക സന്തുലിതാവസ്ഥയെ നാം മാനിക്കുകയും കർത്താവിന്റെ സൃഷ്ടിയുടെ വിശുദ്ധി നിലനിർത്തുകയും വേണം. ഭൗതിക ലോകത്തെ മുഴുവനുമായി സൂചിപ്പിക്കുന്ന വാക്കാണ് പ്രകൃതി. ഭൗതിക പ്രതിഭാസങ്ങളും ജീവനും എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യനിർമ്മിതമായ വസ്തുക്കളെ ഒന്നും തന്നെ നാം പ്രകൃതിയുടെ ഭാഗമായി കണക്കാക്കാറില്ല. മൃഗാദികൾ, വൃക്ഷലതാദികൾ, വിവിധ ഭൂപ്രദേശങ്ങൾ, കാലാവസ്ഥാ പരിണാമങ്ങൾ എന്നിവയെല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യനെ പ്രകൃതിയുടെ ചൂഷകനാകുവാനല്ല ദൈവം സൃഷ്ടിച്ചത്. ഒരു കാര്യസ്ഥനെ പോലെ പ്രകൃതിയെ കാത്തു പരിപാലിക്കുന്നതിനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം സന്തുലിതാവസ്ഥ തെറ്റിയ പ്രകൃതിയെക്കുറിച്ചാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. മനുഷ്യന്റെ അനുസരണക്കേടിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി 2-ാം അധ്യായം 17-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ യിരെമ്യാവ് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്: ഞാൻ നിങ്ങളെ ഫലഭൂയിഷ്ഠമായ ഒരു സ്ഥലത്തേക്ക് അതിന്റെ ഫലവും സമൃദ്ധമായ വിളവും ഭക്ഷിക്കുവാൻ കൊണ്ടുവന്നു. എന്നാൽ നിങ്ങൾ വന്ന് എന്റെ ദേശത്തെ അശുദ്ധമാക്കി എന്റെ അവകാശം വെറുപ്പുളവാക്കുന്നു. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി മനുഷ്യൻ തന്നെ അനുഭവിക്കുന്ന പ്രതികൂല അവസ്ഥകളെ കുറിച്ച് ചിലത് വിവരിക്കാം. കാലാവസ്ഥാ വ്യതിയാനം. നമുക്കറിയാം, കടുത്ത ചൂടിലൂടെയാണ് നാം ഈ അടുത്ത ഏതാനും മാസങ്ങൾ കടന്നുകൂടിയത്. മുൻപുണ്ടായിരുന്ന കാലങ്ങളെക്കാൾ ഉപരി വലിയ ചൂടിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയത്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളെ ലോകമെമ്പാടും മനുഷ്യർ വളരെയധികം ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ കാർബൺ അടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളുടെ ഉൽപാദനത്തിലേക്ക് നയിക്കുന്നു. ഭൂമിയുടെ ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന 1 ഡിഗ്രി 2 ഡിഗ്രി വർധനവ് പോലും മഞ്ഞുമലകളെ ഒരുക്കുവാനും സമുദ്രജലം പെരുകുവാനും കാരണമാകുന്നു. മാലി പോലെ കടലിന്റെ നടുക്കുള്ള ദ്വീപ സമൂഹ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി മാലി ഗവൺമെന്റ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കടലിന്റെ അടിത്തട്ടിൽ വെച്ച് നിയമ നിർമ്മാണ സഭ മീറ്റിംഗ് കൂടിയത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, വികസിത രാജ്യങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങളുടെയും മറ്റും ഏറ്റവും വലിയ ഉപഭോക്താവ്. വികസിത രാജ്യങ്ങൾ ഇത്തരത്തിൽ പുറത്തുവിടുന്ന കാർബൺ ഹരിതഗൃഹ വാതകങ്ങളുടെ ദുരന്തഫലം അനുഭവിക്കുന്നത് മുഴുവൻ 3-ാം ലോക രാജ്യങ്ങൾ ആണ്. പ്രവചനാതീതമായ കാലാവസ്ഥയും ഇപ്രകാരം ഹരിതഗൃഹവാതകങ്ങളുടെ അനന്തരഫലമാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളം നഗരത്തിൽ ഒരു ദിവസം പെയ്ത മഴയുടെ കണക്ക് 150 മില്ലിമീറ്റർ ആയിരുന്നു. അതായത് ഏകദേശം 1 മാസം നിന്ന് പെയ്യുന്ന മഴ. കാലാവസ്ഥാ വകുപ്പ് ഇതിനെ ക്ലൗഡ് ബേസ്റ്റ് അഥവാ മേഘസ്ഫോടനം ആയി രേഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ വാർത്തകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ പെയ്ത മഴയുടെ വാർത്തകൾ നമ്മൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ലോകമെമ്പാടും വിവിധ രാജ്യങ്ങളിൽ വൻ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. ചുഴലിക്കാറ്റ്, വരൾച്ച, അകാല മഴ എന്നിവ കൃഷിയെയും ജൈവ വൈവിധ്യത്തെയും തടസ്സപ്പെടുത്തുന്നു. കർഷകർ അനിശ്ചിതത്വത്തെ അഭിമുഖീകരിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഭീഷണിയിലാണ്. വൈവിധ്യ നഷ്ടം ആവാസ വ്യവസ്ഥയുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നു. ഇപ്രകാരമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാമൂഹികവും സാമ്പത്തികവുമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയാണ്. സമൂഹത്തിലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ആഡംബരങ്ങൾക്ക് ആനുപാതികമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് എപ്പോഴും ഇരയാകുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെ തിരിച്ചുപിടിക്കാൻ ആവതില്ലാതെ വരുമ്പോൾ വീണ്ടും ദരിദ്രരായ ജനത വർദ്ധിച്ച ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടിലേക്കും കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. വിമോചനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സൃഷ്ടിയെക്കുറിച്ച് റോമർ 8-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. പ്രകൃതിയിലെ സന്തുലിതാവസ്ഥയും ഐക്യവും പുനഃസ്ഥാപിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഇത് ഉയർത്തിക്കാട്ടുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്, സൃഷ്ടി ദൈവമക്കളുടെ വെളിപ്പെടലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി വ്യർത്ഥതയ്ക്ക് വിധേയമായി സ്വന്തം ഇഷ്ടപ്രകാരമല്ല
മറിച്ച് അതിനെ കീഴ്പ്പെടുത്തിയവന്റെ ഇഷ്ടത്താൽ പ്രത്യാശയിൽ സൃഷ്ടി തന്നെ അതിന്റെ ജീർണതയിലേക്കുള്ള അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുകയും ദൈവമക്കളുടെ മഹത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും ചെയ്യും. എല്ലാ സൃഷ്ടികളും പരസ്പര ബന്ധിതമാണെന്നും മനുഷ്യരാശിയുടെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ഈ ഭാഗം ഊന്നി പറയുന്നു. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം തകർന്ന ആ സന്തുലിതാവസ്ഥയെ പുനഃസ്ഥാപിക്കുവാൻ മനുഷ്യരെന്ന നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്വത്തിനെ പറ്റിയാണ് അടുത്തതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിൽ ദൈവത്തോടൊപ്പം സഹപ്രവർത്തകരായിരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് 22-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ജീവന്റെ നദിയും രോഗശാന്തിക്കായി ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുമുള്ള ഒരു നവീകരിക്കപ്പെട്ട ഭൂമിയുടെ ഒരു ദർശനം നൽകുന്നു. ആരോഗ്യകരവും സുസ്ഥിരവുമായ ഭാവിക്കായി പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണിത്. ജൂബിലി വർഷത്തിൽ കൃഷി ചെയ്യാതെ മണ്ണിന് വിശ്രമം അനുവദിക്കണമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ലേവ്യ 25-ാം അധ്യായത്തിൽ ശബത്ത് ദിവസത്തിൽ മൃഗങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കരുത് എന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂബിലി വർഷത്തിൽ വയലിൽ തനിയെ മുളച്ചു വരുന്ന കൃഷിവസ്തുക്കളുടെ ഫലം പക്ഷികൾക്കും മൃഗങ്ങൾക്കും വിധവകൾക്കും അനാഥർക്കും വേണ്ടിയുള്ളതാണ് എന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുതെന്നും പക്ഷികളെ കൊല്ലരുതും എന്നും ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ പല വേദഭാഗങ്ങളും ഇത്തരത്തിൽ ഉള്ളതാണ്. എല്ലാ വസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയും മേലെ ദൈവം മനുഷ്യന് അവകാശം നൽകിയെങ്കിലും ആ അവകാശം അവയെ നശിപ്പിക്കാനുള്ള അവകാശമല്ല, മറിച്ച് ജീവനെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശമായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 38, 39, 40 അധ്യായങ്ങളിൽ മനുഷ്യന് ഉണ്ടാക്കുവാനോ നിയന്ത്രിക്കുവാനോ സാധിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചം പൂർണ്ണമായും മനുഷ്യന്റെ നിയന്ത്രണത്തിൽ അല്ല എന്നും മനുഷ്യന് തോന്നിയതുപോലെ പ്രകൃതിയോടും പ്രപഞ്ചത്തിനോടും പ്രവർത്തിക്കാൻ ആവില്ല എന്നുള്ള സൂചനയാണ് ഇവിടെ ദൈവം മനുഷ്യന് നൽകുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി CSI സഭ ശ്രദ്ധേയമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കാർബൺ ന്യൂട്രൽ ഇടവകകളും സ്ഥാപനങ്ങളും സൃഷ്ടിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. നമുക്ക് സ്വീകരിക്കാവുന്ന പ്രായോഗികമായ പ്രവർത്തികളാണ് സൗരോർജം ഉപയോഗിക്കുകയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. വീടുകളിലും പള്ളികളിലും സ്കൂളുകളിലും സോളാർ പാനലുകൾ സ്ഥാപിക്കുക. ഇത് ഫോസിൽ ഇന്ധനങ്ങളിലുള്ള നമ്മുടെ ആശ്രയം കുറയ്ക്കുകയും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വ്യക്തിഗത സ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും പച്ചപ്പ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ നൽകുകയും വന്യജീവികൾക്ക് ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജലസംരക്ഷണം. മഴവെള്ളം ശേഖരിക്കുകയും അടുക്കള മാലിന്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നത് അമൂല്യമായ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇതോടൊപ്പം അനുബന്ധമായ ഒരു ടെക്നിക്കൽ വാക്കുകൂടെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. കാർബൺ ഫുട്പ്രിന്റ് അഥവാ കാർബൺ കാൽപ്പാട്. കാർബൺ കാൽപ്പാട് ജീവിതത്തിന്റെ സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഗതാഗതം എന്നിങ്ങനെയുള്ള സമസ്ത പ്രവർത്തനങ്ങളിൽ കൂടിയോ കുറഞ്ഞതോ ആയ കാർബൺ പുറന്തള്ളലുണ്ട്. ഒരു ഉൽപ്പന്നത്തിന്റെ നിർമ്മാണത്തിലും അതിന്റെ കടത്തലിലും പുറന്തള്ളുന്ന കാർബണിന്റെ അളവാണ് ആ പദാർത്ഥത്തിന്റെ കാർബൺ കാൽപ്പാട്. അപ്പോൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച ഒരു പഴത്തിന്റെ കാർബൺ പാദമുദ്രയേക്കാൾ എത്രയോ കൂടുതലായിരിക്കും അന്യദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു പഴത്തിൻ്റെത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആയതിനാൽ കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിന് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നു. ഇത് സഭയുടെ ഇപ്പോഴത്തെ ഒരു പോളിസിയിലൊന്നാണ്. പള്ളിയിലേക്ക് കാർപൂൾ ചെയ്യുന്നതും ഊർജ്ജക്ഷമമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും കാർബൺ ഉദ്വമനം കുറയ്ക്കുകയും കൂടുതൽ സുസ്ഥിരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന്, പുനരുപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾ പരമാവധി പുനരുപയോഗിക്കുക. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾക്ക് പകരമായി ഉപയോഗിക്കുവാൻ പറ്റുന്ന സാധനങ്ങൾ പരമാവധി ഉപയോഗിക്കുക. ഇവിടെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപായി കേരളത്തിലെ പരാമർശിക്കപ്പെടേണ്ടതായ ഒരു പരിസ്ഥിതി പ്രവർത്തകനെ കുറിച്ച് കൂടെ ഒരു ചെറു വിവരണം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
കാടുകൾ വെട്ടി നശിപ്പിച്ചും അവിടെ കെട്ടിടങ്ങൾ പണിതും ഒരു ജനത മുന്നേറുമ്പോൾ കാടുകളെ സംരക്ഷിക്കുന്നത് ജീവിതവ്രതമാക്കിയ ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരുന്നു. 2015 സെപ്റ്റംബർ 27 വരെ കണ്ണൂരുകാരനായ കല്ലേൻ പൊക്കുടൻ അപ്പച്ചൻ. കടലിനോടും കായലിനോടും ചേർന്ന് വളരുന്ന കണ്ടൽ കാടുകളെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങളും ചെറുത്തുനിൽപ്പുകളുമാണ് പൊക്കുടൻ അപ്പച്ചൻ എന്ന മനുഷ്യനെ ലോകമറിയുന്നത്. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിൽ പൊക്കുടൻ അപ്പച്ചന്റെ സംഭാവനകളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ശ്വാസമായ കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിച്ചതുകൊണ്ട് കണ്ടലുകളുടെ സംരക്ഷണത്തിനും അതിന്റെ നിലനിൽപ്പിനും വേണ്ടി ശബ്ദമുയർത്തിയതുകൊണ്ടും കല്ലേൻ പൊക്കുടൻ അപ്പച്ചൻ കണ്ടൽ പൊക്കുടൻ എന്നും അറിയപ്പെട്ടു. ശക്തമായ കാറ്റിൽ പാടവരമ്പിലൂടെ നടന്നു പോകുന്ന കുട്ടികൾ ഏറെ ബുദ്ധിമുട്ടുന്നത് പൊക്കുടൻ അപ്പച്ചൻ സ്ഥിരമായി കണ്ടിരുന്നു. മാത്രവുമല്ല, മഴക്കാലത്ത് പുഴയിലെ തിരകൾ ശക്തി കൂടി വരമ്പിലിടിച്ച് ആ വഴി തകരുന്നതും പതിവായിരുന്നു. മഴക്കാലത്ത് ഇങ്ങനെ വഴി തകരുന്നതിന് ഒരു പരിഹാരം എന്ന രീതിയിലാണ് പൊക്കുടൻ അപ്പച്ചൻ ആദ്യമായി കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. ചെടികൾ വളർന്നു വന്നതോടെ അതിൽ പുതിയ കാഴ്ചയായി തീർന്നു. പുഴയിലെ തിരകൾ ശക്തമായി വരമ്പിലിടിച്ച് കയറുന്നതിനും ശക്തമായ കാറ്റിനും കണ്ടൽ കാടുകൾ പരിഹാരമായി. കണ്ടൽ ചെടികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്നാൽ അവ അന്തരീക്ഷത്തിൽ നിന്ന് വനങ്ങളെക്കാൾ 4 ഇരട്ടി കാർബൺ വാതകങ്ങൾ നൂറ്റാണ്ടുകളോളം സംഭരിച്ചു വെച്ച് ഭൂമിയെ സംരക്ഷിക്കാൻ ശേഷിയുള്ള ചെടികളാണ്. ഏഴോം പഞ്ചായത്തിൽ 500 ഏക്കർ സ്ഥലത്ത് കണ്ടൽ വനങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. യൂഗോസ്ലോവിയ, ജർമ്മനി, ഹംഗറി, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിലും ഇന്ത്യയിലെ പല സർവകലാശാലകളിലും പൊക്കുടൻ അപ്പച്ചന്റെ കണ്ടൽക്കാടുകളെ പറ്റിയുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ ചെറിയ പ്രവർത്തനവും വലിയ ഫലങ്ങൾ ലഭിക്കുവാൻ കാരണമാകും. ഈ സംരംഭങ്ങളിൽ പങ്കുചേരുന്നതിലൂടെ ദൈവത്തിന്റെ സൃഷ്ടികളോടുള്ള നമ്മുടെ വിശ്വാസവും പ്രതിബദ്ധതയും നമുക്ക് പ്രകടമാക്കാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിലൂടെയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിലും നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങൾക്ക് കാര്യമായ മാറ്റമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.